ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജു പ്ലസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങിലെ സെക്കൻഡ് യൂണിറ്റിലെ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ഇൻ ക്ലാസ് റൂം അതിലെ ടോപ്പിക്കായിട്ടുള്ള ഗ്രേഡിംഗ് സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. അപ്പോൾ ഈ ഗ്രേഡിംഗ് സിസ്റ്റമൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്, കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ്. നമ്മൾ ഈ ഗ്രേഡിംഗ് സിസ്റ്റത്തിലും അല്ലെങ്കിൽ മാർക്കിംഗ് സിസ്റ്റത്തിലൊക്കെ ഉൾപ്പെട്ട് പഠിച്ചു വന്നിട്ടുള്ളവർ. ഇനി അത് നമ്മൾ ആസ് എ ടീച്ചർ എങ്ങനെയൊക്കെ നമ്മൾക്ക് ഗ്രേഡിംഗ് സിസ്റ്റം കുട്ടികൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രേഡ് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം, ഒരു കുട്ടിയുടെ പെർഫോമൻസിനെ എങ്ങനെയൊക്കെ ഗ്രേഡ്സിൻ്റെ ബേസിൽ അസസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ അക്കാഡമിക് പെർഫോമൻസിന് ഒരു സെറ്റ് ഓഫ് ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഗ്രേഡിംഗ് എന്ന് പറയുക. നമ്മളിപ്പോൾ ഈ അസസ്മെൻറ്റും ഇവാലുവേഷൻ എക്സാമൊക്കെ പഠിച്ച പോലെ തന്നെയാണ് നമ്മൾ ഒരു പരീക്ഷ നടത്തി പരീക്ഷയ്ക്ക് കുട്ടിക്ക് എത്രത്തോളം അച്ചീവ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് മാർക്ക് ഇട്ടിട്ട് മനസ്സിലാക്കുന്നതിന് പകരം അതിനൊരു ഗ്രേഡ് കൊടുത്ത് ഗ്രേഡ് കൂടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ പരീക്ഷ നടത്തണമെന്നൊന്നും നിർബന്ധമില്ല. ടെസ്റ്റോ അസൈൻമെൻറ്റോ പ്രൊജക്റ്റോ അങ്ങനെ എന്ത് കാര്യങ്ങളായാലും അതിനൊക്കെ നമുക്ക് ഗ്രേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം, അസസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഗ്രേഡിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ലെറ്റർ ഗ്രേഡ്സുകളാണ് അധികവും കൊടുക്കുക. ABCD അല്ലെങ്കിൽ A+, B+, C+, അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെ ഒക്കെ കാര്യം എടുത്താൽ തന്നെ അറിയാം, കുറച്ച് കാലം മുന്നേ വരെ അതെന്തായിരുന്നു, മാർക്കായിരുന്നു, റാങ്കായിരുന്നു. 10th റാങ്ക്, ഫസ്റ്റ് റാങ്ക് വരിക എന്നൊക്കെ പറഞ്ഞാൽ ആ മാർക്കിംഗ് സിസ്റ്റത്തിൻ്റെ സമയത്ത് ഇന്നുള്ള ഇതിനേക്കാൾ ഭയങ്കര ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. 10th എക്സാം അല്ലെങ്കിൽ 12നെക്കാട്ടിക്കും ഭയങ്കര പ്രാധാന്യമായിരുന്നു 10th എക്സാമിനൊക്കെ. ഫസ്റ്റ് റാങ്ക് ആരാ, സെക്കൻഡ് റാങ്ക് ആരാ, ഏത് സ്കൂളിലെ കുട്ടികൾക്കാണ് എന്നൊക്കെ അറിയാനൊക്കെ ഉള്ള ഒരു ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു പണ്ടത്തെ 10th. പക്ഷെ അത് ഗ്രേഡിങ്ങിലേക്ക് വന്നു. ഫുൾ A+കൾ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം. ആദ്യമായിട്ട് ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ വന്നിട്ട് ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം നമ്മളിപ്പോൾ വെരി റീസെൻറ്റ് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാലും അറിയാം, 10th ഫുൾ A+കാരുടെ എണ്ണമൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ മാർക്കിങ്ങിൽ നിന്ന് ഗ്രേഡിങ്ങിലേക്ക് മാറിയതിൻ്റെ ഏറ്റവും വലിയ കാര്യം തന്നെ ഈ എക്സാമിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ആങ്സൈറ്റിയും സ്ട്രെസ്സൊക്കെ കുറയും. മാർക്ക് എന്ന് പറയുമ്പോൾ പണ്ടത്തെ ആ എക്സാമ്പിൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ പണ്ടത്തെ 10th എക്സാം റിസൾട്ട് വരുമ്പോൾ ഒരു ഫസ്റ്റ് റാങ്ക് മാക്സിമം പോയ രണ്ടാളൊക്കെ വളരെ റെയറായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരൊറ്റ മാർക്ക് ഉണ്ടാവും ഒരു കുട്ടിക്ക് ഉണ്ടാവുക, ഏറ്റവും ഹയസ്റ്റ് മാർക്കൊക്കെ ഒരു കുട്ടിക്ക് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഈ കേരളത്തിലെ തന്നെ ഫസ്റ്റ് റാങ്ക് ആവാൻ ഒരൊറ്റ മാർക്കിനൊക്കെ പിന്നിലായി പോകുന്ന ഒരാളുടെ ഒരു വിഷമം, അങ്ങനെയൊക്കെ ഒരു സെക്കൻഡ് റാങ്കിലേക്കൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് അവർക്കൊരു വിഷമവും അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടിലേക്കൊക്കെ പോവാം. അങ്ങനെ അവരുടെ സ്ട്രെസ്സ് വളരെ കൂടുതലായിരുന്നു. പഠിക്കുന്ന കുട്ടികൾക്കായാലും വെച്ചാൽ ഭയങ്കരമായിട്ട് അവർ സ്ട്രെസ്ഡ് ആവും ഈ എക്സാം കഴിഞ്ഞും അതിൻ്റെ റിസൾട്ട് വരുന്നത്. പക്ഷേ ഈ ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് എത്തുമ്പോഴത്തോറും നമ്മളൊരു റേഞ്ച് ഓഫ് മാർക്കിനെയാണ് ഇപ്പോൾ ഒരു ഗ്രേഡിൽ കാണിക്കുക. A+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ മാർക്ക് മാത്രമല്ല, ഒരു റേഞ്ച് ഓഫ് മാർക്കാണ്. ഇപ്പോൾ 90 തൊട്ടിട്ട് 100 വരെ എന്ന് പറഞ്ഞാലൊക്കെ A+ൻ്റെ ഉള്ളിലായി. അപ്പം അതിൽ കുറേ കുട്ടികൾ, അതിലിപ്പോൾ 90 കിട്ടിയ ആളും 100 കിട്ടിയ ആളും A+ തന്നെ വരുന്നത്. അതിലൊരു അന്യായം ഇല്ലേ എന്നുള്ള ചോദ്യമുണ്ട്. എന്നാലും പക്ഷെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അവരുടെ ആ ഒരു ഇങ്ങനെ ചെറിയ ചെറിയ മാർക്കുകൾക്കൊക്കെ പിന്നിലായി പോയി എന്നുള്ളൊരു വിഷമവും അതിനെ പറ്റി ഫർദറായിട്ടുണ്ടാകുന്ന മെൻ്റൽ ഡിസ്റ്റർബൻസുകളൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഗ്രേഡിംഗ് സിസ്റ്റം വന്നതോടുകൂടി എന്ത് ചെയ്യാൻ പറ്റി, ഒന്നും കൂടെ അത് ആ ഒരു എക്സാമിൻ്റെ അങ്ങനത്തെ ഒരു ആസ്പെക്റ്റ് വെച്ച് നോക്കുമ്പോൾ കുറേയൊക്കെ റിലാക്സ്ഡായി, കുറച്ചും കൂടെ ഫെയറും ട്രാൻസ്പെറൻറ്റും ഒക്കെ ആയി. നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സുമായിട്ട് കുറേ കൂടെ അലൈൻഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഓഫ് അസസ്മെൻറ്റ് കൂടിയായി ഗ്രേഡിംഗ് എന്നാണ് പറയുന്നത്. കുട്ടികളുടെ മൊത്തത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റിനെയൊക്കെ ഈ ഗ്രേഡിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ഇപ്പോൾ ഒരു ഒറ്റ മാർക്കിൽ പിന്നിലായി പോയി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ചില പിള്ളേരെങ്കിലും ഒന്ന് ഡീമോട്ടിവേറ്റഡ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ അവർക്കൊരു മോട്ടിവേഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയാണ് കൂടിയത്. ഇനി നമുക്കിതിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് ഗ്രേഡിംഗ് ഉണ്ട് നോക്കാം. പ്രധാനമായിട്ടും 2 ടൈപ്പാണുള്ളത്, ഡയറക്റ്റ് ഗ്രേഡിങ്ങും ഇൻഡയറക്റ്റ് ഗ്രേഡിങ്ങും. ഈ ഇൻഡയറക്റ്റ് ഗ്രേഡിങ്ങിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ആബ്സല്യൂട്ട് ഗ്രേഡിങ്ങും റിലേറ്റീവ് ഗ്രേഡിങ്ങും. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പേരിൽ തന്നെ ഉള്ള മാതിരി തന്നെ ഡയറക്റ്റായിട്ട് ഗ്രേഡ് അസൈൻ ചെയ്യുകയാണ്. ആ ഗ്രേഡിൽ നിന്ന് പിന്നെ ഗ്രേഡ് പോയിൻ്റ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു എസ്സേ എഴുതിയെങ്കിൽ എസ്സേക്ക് എങ്ങനെ ഗ്രേഡ് കൊടുക്കുക, ഭയങ്കര നന്നായിട്ട് വെൽ സ്ട്രക്ചർ ഒരു പാരഗ്രാഫ് വൈസൊക്കെ ആയിട്ട് എഴുതി, അതേപോലെ ഇൻട്രഡക്ഷൻ ഉണ്ട്, അതിൽ പോയിൻറ്റ്സ് ഉണ്ട്, പോയിൻറ്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, കൺക്ലൂഷൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെൽ സ്ട്രക്ചേർഡ് ആണെങ്കിൽ A ഗ്രേഡ് കൊടുക്കും. ഡീസൻ്റ് ആണ് പക്ഷേ അതിലൊരു ലാക്ക് ഓഫ് ഡെപ്ത് ഉണ്ടെങ്കിൽ അതിന് B ഗ്രേഡ് കൊടുക്കും.
കൊടുക്കും. ഇനി വളരെ പുവർലി ഓർഗനൈസ്ഡ് ആണെങ്കിൽ ഡി ഗ്രേഡ് കൊടുക്കും. ഇങ്ങനെ ഓരോ ഗ്രേഡും ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലെങ്ങനെയാണ് ഈ ഡയറക്റ്റ് ആയിട്ട് ഗ്രേഡ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഓരോ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ആദ്യത്തെ ടേബിൾ നോക്കുക നിങ്ങൾ. അതിൽ ABCDEFGHI അങ്ങനെ I വരെ ലെറ്റർ ഗ്രേഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എ ഗ്രേഡിന് 9 മാർക്കാണെങ്കിൽ ബി ഗ്രേഡിന് 8, സി ഗ്രേഡിന് 7, ഡി ഗ്രേഡിന് 6, ഇ ഗ്രേഡിന് 5, എഫ് ഗ്രേഡിന് 4, ജി ഗ്രേഡിന് 3, എച്ചിന് 2, ഐക്ക് 1. ഇങ്ങനെ ഓരോ ലെറ്റർ ഗ്രേഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി സപ്പോസ് നമുക്ക് 15 ക്വസ്റ്റ്യനുള്ള ഒരു എക്സാമാണ് നമ്മൾ നടത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ ഓരോ ചോദ്യത്തിനും ഓരോ കുട്ടിക്കും കിട്ടിയ ഗ്രേഡാണ് നമ്മൾ അടുത്ത ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് നമ്മൾ എടുത്തിരിക്കുന്ന കുട്ടിക്ക് എഫ് ഗ്രേഡാണ്. അപ്പോൾ ഇനി നിങ്ങൾ ആദ്യത്തെ ടേബിളിൽ നോക്കുക. എഫ് ഗ്രേഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ ഏതാണ്? 4 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് ആ കുട്ടി ഒബ്റ്റെയിൻ ചെയ്ത ഗ്രേഡ് ബി ഗ്രേഡാണ്. ബി ഗ്രേഡിന് വരുന്ന ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ്? 8 ആണ്. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിന് ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് എ ഗ്രേഡാണ്. അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 9 ആണ്. അടുത്തത് നാലാമത്തെ ചോദ്യത്തിന് ആ കിട്ടിയിരിക്കുന്ന ഗ്രേഡ് ജി ഗ്രേഡാണ്. ജി ഗ്രേഡിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 3 ആണ്. അങ്ങനെ ഓരോ ചോദ്യത്തിനും 15 ചോദ്യത്തിനും ആ കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്തു? ഓരോ ഗ്രേഡ് കൊടുത്തു. ഗ്രേഡിന് ഓരോ നമ്മളിങ്ങനെ നേരത്തെ പോലെ എസ്ഐക്കും ഗ്രേഡ് ഇടുന്ന കാര്യം പറഞ്ഞത് അതേപോലെ ഓരോ ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് ഓരോ ഗ്രേഡ് കൊടുത്തു. ആ ഗ്രേഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂയും കൊടുത്തു. അങ്ങനെ ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഈ ന്യൂമറിക്കൽ വാല്യൂ കിട്ടിയതിൽ നിന്ന് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഗ്രേഡ് പോയിൻ്റ് ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഓരോ ഗ്രേഡ് പോയിന്റുകളുണ്ടല്ലോ. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് കിട്ടിയ 4, രണ്ടാമത്തേന് കിട്ടിയ 8, മൂന്നാമത്തേന് കിട്ടിയ 9, അങ്ങനെ ഓരോ ഗ്രേഡ് പോയിന്റുകളും നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം 4, 8, 9, 3, 6, 2 വെച്ചിട്ട് ഓരോ ചോദ്യത്തിൻ്റെയും ഗ്രേഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂകൾ കൂട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യും? ആ ടോട്ടലിന് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അതായത് 15 ചോദ്യമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 15 ചോദ്യം കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ 88/15 വരും. അത് അപ്രോക്സിമേറ്റ്ലി 5.86 ആണ്. അതിന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 6 എന്ന് കൊടുക്കാം. അതായത് ഇവിടെ ഗ്രേഡ് പോയിൻ്റ് ആവറേജ് എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമുക്ക് നേരെ നോക്കാം. 6 എന്ന് പറഞ്ഞാൽ 6 ഏതിലാണ് വരുന്നത്? 6ൻ്റെ ലെറ്റർ ഗ്രേഡ് വരുന്നത് ഡി ഗ്രേഡാണ്. അപ്പോൾ ആ കുട്ടിക്ക് മൊത്തം ആ ടെസ്റ്റ് പേപ്പറിൽ കിട്ടിയിരിക്കുന്ന, ഇപ്പോൾ നമ്മളൊരു സയൻസ് എക്സാമാണ് കിട്ടിയെങ്കിൽ സയൻസ് എക്സാമിൽ 15 ചോദ്യമുള്ള ഒരു സയൻസ് എക്സാം നടത്തി കഴിഞ്ഞാൽ ആ സയൻസ് എക്സാമിൽ കുട്ടിയുടെ ഗ്രേഡ് ഡി ഗ്രേഡ് ആണെന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രേഡ് പോയിൻ്റ് ആവറേജ് കാണുക. ഇത് നമ്മൾ ഡയറക്റ്റ് ഗ്രേഡിങ്ങിൽ നമ്മൾ കാണുന്നതാണിത്. ഓക്കെ, ഡയറക്റ്റ് ഗ്രേഡിങ്ങിൽ ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ഗ്രേഡ് കൊടുക്കും. ഗ്രേഡ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഗ്രേഡ് പോയിൻ്റ് ആവറേജ് കാണും. അങ്ങനെ ടോട്ടൽ ആ കുട്ടിക്ക് കിട്ടിയ ഗ്രേഡ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് മൊത്തം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന് മൊത്തം കിട്ടിയിട്ടുള്ള ഗ്രേഡ് കാണും. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഇപ്പോൾ ഒരു ക്ലാസ്സിലൊരു 10 20 പിള്ളേരുള്ള ക്ലാസ്സൊക്കെ അതിൽ നമ്മൾ ഈ ഡയറക്റ്റ് മെത്തേഡ് കൂടെ ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് ചെയ്തു പോകാം. പക്ഷെ ഒരു വലിയൊരു മാസമായിട്ടുള്ളൊരു എക്സാമിനേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഓൾ ഇന്ത്യ ലെവലോ അല്ലെങ്കിൽ ഭയങ്കര വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഡയറക്റ്റ് ഗ്രേഡിങ് ഭയങ്കര ടയറിങ് ആയിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഡയറക്റ്റ് ഗ്രേഡിങ് വെച്ചിട്ട് നമ്മൾ മൊത്തത്തിലുള്ള ഗ്രേഡ് മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഗ്രേഡിങ് ഉപയോഗിക്കുക. ഇൻഡയറക്റ്റ് ഗ്രേഡിങ്ങിൽ എന്താ ചെയ്യുക വെച്ചാൽ ആദ്യം നമ്മൾ മാർക്കുകൾ കൊടുക്കും. പണ്ടുണ്ടായിരുന്ന അതേ സിസ്റ്റത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും, പരീക്ഷയ്ക്ക് എഴുതിയ പേപ്പർ അല്ലെങ്കിൽ എന്താണോ കുട്ടിയുടെ അസസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള മാർക്ക് നമ്മൾ എന്ത് ചെയ്യും? മാർക്ക് ഇട്ടു. 1 മാർക്ക് 2 മാർക്ക് 10 20 എങ്ങനെ വെച്ചാൽ മാർക്ക് ഇട്ട് പോകും. ഈ മാർക്കിനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യുകയാണ്? ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇൻഡയറക്റ്റ് ഗ്രേഡിങ്ങിൽ ആദ്യം മാർക്ക് ഇട്ടിട്ട് പിന്നീട് ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ ഇൻഡയറക്റ്റ് ഗ്രേഡിങ് തന്നെ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ആബ്സല്യൂട്ട് ഗ്രേഡിങ്ങും ഉണ്ട്, റിലേറ്റീവ് ഗ്രേഡിങ്ങും ഉണ്ട്. ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ആണ്. ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്കോർ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കേട്ടിട്ട് എഴുതുന്ന പോലെ അങ്ങനെയുള്ള എക്സാമുകളൊക്കെ എഴുതുന്ന പോലെ ഇപ്പോൾ കേട്ടിട്ടിൻ്റെ എക്സാമ്പിൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ജനറലിൻ്റെ കേസിൽ 90 മാർക്സ് ആണ് അതിൻ്റെ കട്ട് ഓഫ് വരിക. 90
ആൻഡ് എബോ ആണെങ്കിൽ നിങ്ങൾ കേട്ടിട്ട് പാസ്സായി എന്ന് പറയും. 85 ആൻഡ് എബോ ആണെങ്കിൽ റിസർവേഷൻ കാറ്റഗറിയിൽ നിങ്ങൾ പാസ്സായി എന്ന് പറയും. അപ്പോൾ അത് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു റേഞ്ച് ഓഫ് സ്കോറാണ്, ഒരു ക്രൈറ്റീരിയയാണ്. 90 എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയയാണ്. ആ സ്കോറാണ് അവിടെ, അത് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കാം. അങ്ങനെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്കോറിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ ഗ്രേഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് എന്ന് പറയും. അബ്സല്യൂട്ട് ഗ്രേഡിങ് അങ്ങനെ ഒരു ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ആയിട്ടുള്ള ഗ്രേഡിംഗ് ആണ്. ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഗ്രേഡിനെ അല്ലെങ്കിൽ മാർക്കിനെ, സ്കോറിനെ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് എടുക്കുകയാണെന്ന് വിചാരിച്ചാൽ 91 to 100 നമ്മൾ A+ എടുത്തു. A+ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ എന്താണ്, 6 ആണ്. അപ്പോൾ 6 മാർക്ക് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിന് ഇപ്പോൾ 6 മാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് A+ ഗ്രേഡായി. അല്ലെങ്കിൽ 90 to 100ൻ്റെ ഉള്ളിൽ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് A+ ഗ്രേഡായി. പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാലും 91 to 100 എടുത്തു കഴിഞ്ഞാൽ A+ ഗ്രേഡായി. അപ്പോൾ ആ ഗ്രേഡ് നമ്മൾ ഈ മാർക്ക് ആദ്യം കൊടുക്കുന്നു, 6, 5, 4, 3, 2 എന്നൊക്കെ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് A+A, B+B ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡ് നമുക്ക് കൊടുക്കാം. ഇനി അടുത്തത് നോക്കൂ, 71 to 90 ആകുമ്പോൾ A ഗ്രേഡാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂ 5 ആണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താ, വെരി ഗുഡ് ആണ്. 51 to 70% ഇടയിൽ വരികയാണെങ്കിൽ B+ ഗ്രേഡാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ന്യൂമറിക്കൽ വാല്യൂ 4 ആണ്. അത് ഗുഡാണ്. 31 തൊട്ടിട്ട് 50 വരെയാണ് പെർസെൻറ്റേജ് എങ്കിലോ B ഗ്രേഡ് ആയിരിക്കും. അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 3 ആയിരിക്കും. അതൊരു ആവറേജ് പെർഫോമൻസ് ആണ്. അടുത്തത് 11 തൊട്ടിട്ട് 30 വരെയാണെങ്കിൽ C+ ഗ്രേഡ് ആണ്. അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ വരുന്നത് 2 ആണ്. അത് ബിലോ ആവറേജ് ആയിരിക്കും ആ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇനി ബിലോ 11 ആണെന്നുണ്ടെങ്കിൽ C ഗ്രേഡ് ആയിരിക്കും. അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 1 ആണ്. അത് അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ അബ്സല്യൂട്ട് ഗ്രേഡിങ്ങിൽ നമ്മൾ ഫിക്സഡ് റേഞ്ച് വെച്ചിട്ടുള്ള അബ്സല്യൂട്ട് ഗ്രേഡിങ്ങിൽ നമ്മൾ ഗ്രേഡുകൾ കണക്കാക്കുക. മാർക്ക് ആദ്യം ഇട്ട് കൊടുക്കും, ഈ ന്യൂമറിക്കൽ വാല്യൂസ് ആദ്യം ഇട്ട് കൊടുക്കും, അതിനനുസരിച്ച് നമ്മൾ ഗ്രേഡ് കാണും. ഇങ്ങനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ഗ്രേഡിങ്ങിൽ ഗ്രേഡ് കണക്കാക്കുക. അടുത്തത് റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. റിലേറ്റീവ് ഗ്രേഡിങ്ങിൽ നോം റെഫറൻസ്ഡ് ആണ് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നോം റെഫറൻസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു റിലേറ്റീവ് ഗ്രേഡിംഗ് എന്നുള്ള വാക്ക് തന്നെ എടുക്കുക. റിലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഗ്രേഡ് ചെയ്യുക. അതായത് ആരൊക്കെയാണോ ഈ എക്സാം എഴുതുന്നത് അല്ലെങ്കിൽ ആ പെർഫോമൻസ് നമ്മൾ അസസ് ചെയ്യുന്ന പെർഫോമൻസ് ചെയ്യുന്നത്, ആ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ആ കുട്ടികളെ എന്ത് ചെയ്യാണ്, പരസ്പരം കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ ഗ്രേഡിംഗ് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നെറ്റ് അല്ലെങ്കിൽ നീറ്റ്, JEE പോലുള്ള എക്സാമുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഫിക്സഡ് ആയിട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച കട്ട് ഓഫ് ഉണ്ടാവില്ല. ആ എക്സാം എഴുതി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നോക്കുന്ന എക്സാമിൻ്റെ മൊത്തം എത്രത്തോളം ഇത് വരുന്നുണ്ട്, എത്രത്തോളം ഹൈയിലാണ് ഒരു കൂടുതൽ മാർക്ക് വരുന്നത് എവിടെയാണോ, കുറേ ഏറ്റവും ടോപ്പ് മാർക്ക് വരുന്നത് എവിടെയാണോ അവിടെ വെച്ചിട്ടാണ് കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുക. അതായത് ഒരു നോമിനെ വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെഫറൻസ് ചെയ്ത് കുട്ടികളെ പരസ്പരം റിലേറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ ആർക്കാണ് നോക്കുന്നത്, ആ കൂട്ടത്തിൽ പരീക്ഷ എഴുതിയ ബാക്കി എല്ലാ പിള്ളേരെയും കൂടെ റിലേറ്റ് ചെയ്തിട്ടാണല്ലോ. അങ്ങനെ പരസ്പരം കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ ഗ്രേഡ് കൊടുക്കുക. ഇതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷനെ വെച്ചിട്ടാണ് ഇവിടെ ഗ്രേഡിങ് നടക്കുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബെൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കുന്നൊക്കെ വരയ്ക്കില്ലേ അതുപോലെയാണ്, ഒരു മലയൊക്കെ വരയ്ക്കണ പോലെ ബെൽ ഷേപ്പ്ഡ് എന്നാണ് പറയുക. പക്ഷെ എന്നാലും ഒരു പീക്ക്, ഒരു ലോയിൽ നിന്ന് തുടങ്ങി പീക്കിലേക്ക് പോയി വീണ്ടും ലോയിലേക്ക് പോകുന്ന രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിലായിട്ടുള്ള പബ്ലിക് എക്സാമിനേഷനാണ് ഇത് സ്യൂട്ടബിൾ. നമ്മളിപ്പോൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പറഞ്ഞ നീറ്റ് ആയാലും നെറ്റ് ആയാലും JEE ആയാലും ഒക്കെ ഓൾ ഇന്ത്യ ലെവലുള്ള എക്സാമാണ്. ഇന്ത്യയിലുള്ള മൊത്തം പിള്ളേരിൽ നിന്ന് കുറേ ആയിട്ടുള്ള പിള്ളേർ എക്സാം എഴുതുന്ന ഒരു പരിപാടിയാണ് ഈ നീറ്റും നെറ്റും ഒക്കെ. അപ്പോൾ അതായത് ലാർജ് സ്കെയിലായിട്ടുള്ള സ്റ്റുഡൻസ് അപ്പിയർ ചെയ്യുന്ന ഒരു എക്സാം. അങ്ങനെയുള്ള എക്സാമുകളിലൊക്കെ നമുക്ക് ഗ്രേഡ് ചെയ്യാൻ എളുപ്പം ഈ റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്. ഇനി ഇതിലെങ്ങനെ വരാൻ നോക്കാം. ഇതിലെങ്ങനെ വെച്ചാൽ നമ്മൾ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുത്ത പോലെ ഈ നീറ്റ് പോലത്തെ ഒക്കെ എടുക്കുകയാണെങ്കിൽ എക്സാം എഴുതുന്നതിൻ്റെ മൊത്തത്തിലൊരു ആവറേജ് കണക്കാക്കും. ഈ ആവറേജ് കണക്കാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു കർവ് വരയ്ക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ബെൽ ഷേപ്പ്ഡ് അല്ലെങ്കിൽ കുന്ന് പോലെ വരച്ച് കഴിഞ്ഞാൽ ആവറേജ് ആണ് അതിൻ്റെ ടോപ്പിൽ. ആ കുന്നിൻ്റെ ഏറ്റവും ടിപ്പ് എന്ന് പറയുന്നത് ആവറേജ് ആയിരിക്കും. അതിൻ്റെ രണ്ട് സൈഡിലേക്കും ഡിക്ലൈൻ ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ആ ആവറേജിൽ നിന്ന് എത്രത്തോളം അകലെയാണ് കുട്ടികളുടെ സ്കോർ, ഹൗ ഫാർ ദ സ്റ്റുഡൻസ് സ്കോർ ഈസ് ഫ്രം ദ ക്ലാസ് ആവറേജ് എന്നുള്ളതാണ് നമ്മൾ നോക്കുക.
അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എ ഗ്രേഡ് കിട്ടുന്ന കുട്ടികൾ എങ്ങനെയാണ് കണക്കാക്കാം? എ ഗ്രേഡ് കിട്ടുന്ന കുട്ടികൾ ക്ലാസ്സിലെ ടോപ്പ് 10% ആയിരിക്കും. അതായത് ഇപ്പോൾ 100-ലാണെന്നുണ്ടെങ്കിൽ 85 തൊട്ടിട്ട് 100% വരെ കിട്ടുന്നവരൊക്കെ എന്താണ് എ ഗ്രേഡിൽ പെടുന്നവരാണ്. ടോപ്പ് 10% ഓഫ് ദ ക്ലാസ് ആയിരിക്കും. അതായത് ഹയസ്റ്റ് പെർഫോമിംഗ് സ്റ്റുഡൻസ് ആയിരിക്കും. ഇനി അടുത്ത ഈ ടോപ്പ് 10%-ൻ്റെ തൊട്ട് താഴെ വരുന്ന 20% ആണ് ബി ഗ്രേഡ് വരിക. അതായത് 70 തൊട്ടിട്ട് 84 മാർക്ക് വരെയുള്ളവർ ബി ഗ്രേഡിലാണ് വരിക. അത് എബോവ് ആവറേജ് പെർഫോമൻസ് ഉള്ളവരായിരിക്കും. ഇനി അടുത്തത് ഈ 20% കഴിഞ്ഞ് കഴിഞ്ഞാൽ മിഡിലിൽ വരുന്ന 40%, അതാണ് സി ഗ്രേഡ് വരിക. അതായത് 50 തൊട്ടിട്ട് 69 വരെ സ്കോർ റേഞ്ച് ചെയ്യുന്നവരാണ് സി ഗ്രേഡിൽ വരിക. അതായത് ആവറേജ് പെർഫോമൻസ് ഉള്ളവർ. അത് കഴിഞ്ഞാലോ ഈ മിഡിൽ 40%-ന് താഴെയുള്ള 20% അവരാണ് ഡി ഗ്രേഡിൽ വരിക. അതായത് 35 തൊട്ടിട്ട് 49 വരെ സ്കോർ ഉള്ളവർ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ ആവറേജ് പെർഫോമൻസ് ആയിരിക്കും. ഇനി അടുത്തത് വരുന്നത് ഇ ഗ്രേഡ് ഉള്ളവരാണ്. ഇ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ബോട്ടം 10% ആയിരിക്കും. അതായത് 0 to 34 വരെ സ്കോർ റേഞ്ച് ചെയ്യുന്നവരാണ് ഇ ഗ്രേഡിൽ വരിക. ലോവസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ്. ഇങ്ങനെയാണ് റിലേറ്റീവ് ഗ്രേഡിങ്ങിൽ നമ്മൾ ഗ്രേഡുകൾ കൊടുക്കുക. ഈ രീതിയിലാണ് ഗ്രേഡുകൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗ്രേഡിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞു, ഗ്രേഡിങ് എന്താണെന്ന് പറഞ്ഞു, ഏതൊക്കെ തരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. ഇൻഡയറക്റ്റിൽ തന്നെ ആബ്സല്യൂട്ടും ഉണ്ട്, റിലേറ്റീവും ഉണ്ട്. ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ആണ്. അതായത് ഫിക്സഡ് ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ട്, പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് വരിക. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നോം റെഫറൻസ്ഡ് ആണ്. അത് നമ്മൾ ഒരു ആവറേജിനെ കണ്ടിട്ട് റിലേറ്റ് ചെയ്തിട്ട്, കുട്ടികളുടെ പെർഫോമൻസിനെ പരസ്പരം റിലേറ്റ് ചെയ്തിട്ടാണ് റിലേറ്റീവ് ഗ്രേഡിങ്ങിൽ ഗ്രേഡ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ LP UP ഹൈസ്കൂൾ ക്ലാസ്സുകളൊക്കെ എടുക്കുമല്ലോ. അങ്ങനെ എടുക്കുമ്പോൾ LP ലെവലിലൊക്കെ നമ്മൾ ഒരു 3 പോയിന്റ് സ്കെയിൽ വെച്ചിട്ട്, ഇപ്പോൾ ABC ആ ഗ്രേഡുകൾ വെച്ചിട്ടാണ് LP ലെവലിൽ കുട്ടികളെ നമ്മൾ ഗ്രേഡ് കൊടുക്കുക. ABC 3 ഗ്രേഡുകൾ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. അത്രയും വല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആക്കില്ല ഈ LP ലെവലൊക്കെ ആകുമ്പോൾ. UP ലെവലാകുമ്പോൾ എന്താവും, നമ്മൾ ഒരു 5 പോയിന്റ് സ്കെയിൽ എടുക്കും. അതായത് ABCDE എന്നുള്ള രീതിയിൽ 5 പോയിന്റ് സ്കെയിൽ ആക്കും. അതായത് 75 to 100 ആകുമ്പോൾ A ഗ്രേഡ്, 60 to 74 ആകുമ്പോൾ B ഗ്രേഡ്, 45 to 59 ആകുമ്പോൾ C ഗ്രേഡ്, 30 to 44 ആകുമ്പോൾ D ഗ്രേഡ്, ബിലോ 30 വരുമ്പോൾ എന്തായി E ഗ്രേഡ് എന്നുള്ള രീതിയിൽ 5 പോയിന്റ് ആയിട്ടുള്ള ഗ്രേഡാണ് കൊടുക്കുക. അതായത് A തൊട്ടിട്ട് E വരെ 5 ലെറ്റേഴ്സ് ഉണ്ടല്ലോ, 5 പോയിന്റ് സ്കെയിൽ കൊടുക്കും. ഇനി ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഒക്കെ ആകുമ്പോൾ നമ്മളൊരു 9 പോയിന്റ് സ്കെയിലാണ് കൊടുക്കുക. ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ആകുമ്പോൾ കുറച്ചും കൂടെ വലിയ ക്ലാസ് ആയില്ലേ. അപ്പോൾ നമ്മൾ 9 പോയിന്റ് സ്കെയിൽ കൊടുക്കുക. അതായത് A+A, B+B, C+C, D+D, E എന്നുള്ള രീതിയിൽ 9 ലെറ്റേഴ്സ് വരും. അങ്ങനെ 9 പോയിന്റ് സ്കെയിലാണ് നമ്മൾ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിൽ നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. A+ ഗ്രേഡ് ആകുമ്പോൾ 90 and above ആണ് വരിക സ്കോർ. A ഗ്രേഡ് ആകുമ്പോൾ 80 to 90 ആണ് സ്കോർ വരിക. B+ ഗ്രേഡ് ആകുമ്പോൾ 70 to 79 ആണ് സ്കോർ വരിക. B ഗ്രേഡ് ആകുമ്പോൾ 60 to 69 ആണ് സ്കോർ വരിക. C+ ഗ്രേഡ് ആകുമ്പോൾ 50 to 59 ആണ് സ്കോർ വരിക. C ഗ്രേഡ് ആകുമ്പോൾ 40 to 49 ആണ് സ്കോർ വരിക. D+ ഗ്രേഡ് ആകുമ്പോൾ 30 to 39 സ്കോർ വരും. D ഗ്രേഡ് ആകുമ്പോൾ 20 to 29 വരും. E ഗ്രേഡ് ആകുമ്പോൾ 20ക്ക് താഴെ വരുന്നതൊക്കെ E ഗ്രേഡ് ആയിട്ട് എടുക്കും. ഈ ലെവലിൽ ഈ 9 പോയിന്റ് സ്കെയിലാണ് നമ്മൾ ഹൈസ്കൂൾ ആയാലും ഹയർ സെക്കൻഡറി ആയാലും ഗ്രേഡുകളൊക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രേഡിങ്ങിനെ പറ്റിയിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്